അപ്പോൾ നമ്മുടെ ഒഡീസയിലെ ആദ്യത്തെ വീഡിയോ കേട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മൊത്തം മഴ കാരണം ഒരുപാട് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്ത ആൾക്കാർക്കും എന്താ പറയുക, കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മഴ കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വരികയും ചെയ്തു, നിങ്ങൾ ഇത്രയും അതായത് കേരളത്തിലെ ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, ഫോട്ടോ ഒക്കെ ഇടുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഒരു തൊഴിൽ ഇതാണ്, കാരണം അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുമാത്രമല്ല, നമുക്ക് അങ്ങനെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചെയ്താലേ നമുക്ക് നമ്മുടെ യാത്രാ നിർദ്ദേശങ്ങളും യാത്രയെല്ലാം നടക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇനി വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ജോലിക്ക് പോകുന്നതാണെങ്കിൽ, ഇപ്പോൾ ഓഫീസ് ഡ്യൂട്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റർ ആണെങ്കിൽ, എന്താണെങ്കിലോ നിങ്ങളുടെ ജോലി എന്താണോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥയും. അപ്പോൾ ഞങ്ങളിത് ട്രാവലിംഗ് ആണ്, ട്രാവലിംഗ് വ്ളോഗ് ചെയ്യണം. അപ്പോൾ നിർബന്ധമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും വിചാരിക്കരുത്. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരുപക്ഷെ ഒരു കാലത്ത് രക്ഷപ്പെട്ടാലേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും ഇതേപോലെ മഴക്കെടുതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും പറ്റുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും സഹായിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് എന്തായാലും വീട്ടിൽ വെറുതെ ഇരുന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മിണ്ടാണ്ടിരുന്നാലോ ഒന്നും നമുക്ക് നടക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഡീസയിലേക്ക് കയറിയിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അല്ലടാ, ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഫസ്റ്റത്തെ പഴയും കഴിഞ്ഞു നമ്മള്. അതൊരു കുഞ്ഞു പുഴ, വലിയ പുഴ. അവിടെ വലിയ പ്രധാനപ്പെട്ട പുഴയാണോ അറിയത്തില്ല, ചെറിയൊരു പുഴയാ. അതെ അതെ. അപ്പൊ ഉണ്ണിമോൻ അതിനിടയ്ക്ക് എന്തോ ഒന്ന് പറയാൻ വന്നിരുന്നല്ലോ. അതില്ലേ, ഞങ്ങളിപ്പോ നേരത്തെ ഒരു ചേട്ടൻ വിളിച്ചേ. അപ്പൊ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു റൈഡ് അല്ലേന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞപ്പോ ഇത് എത്ര പേരുണ്ട് ഈ റൈഡിനെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഫാമിലിയാന്ന് പറഞ്ഞേ. അല്ല എത്ര പേരുണ്ട് ചോദിച്ചു. ആരൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പൊ പപ്പ പറഞ്ഞു അല്ല നിങ്ങൾ എവിടെയെന്നാ വിളിക്കുന്നത് ചോദിച്ചു. അപ്പൊ അങ്കിള് പറഞ്ഞു എനിക്ക് എവിടെയെന്നാ വിളിക്കുന്നത് എനിക്കറിയില്ലാന്ന്. അപ്പൊ പപ്പ പറഞ്ഞു എന്നാ ഞാനും എവിടെയെന്നാന്ന് എനിക്കും അറിയില്ല, ഞാൻ ആരാന്ന് എനിക്കറിയില്ലാന്ന്. അപ്പൊ പറഞ്ഞു എന്നാ ശരി ഓക്കെ എന്ന് പറഞ്ഞ് കട്ടാക്കി പോയി. അതല്ലേ ഏറ്റവും നല്ല മറുപടി. ആ കോള് കണ്ടപ്പോഴേ എനിക്ക് തോന്നിട്ട് വശപ്പശക്ക് ഉണ്ടെന്നേ. അപ്പോൾ ഇങ്ങോട്ട് ആരാ എന്താ ഒന്നും പറയാം, സ്ഥലപ്പേര് പോലും പറയാൻ തയ്യാറല്ല. അപ്പോൾ നമ്മളോട് ആരൊക്കെ ഉണ്ട്, എത്ര പേരുണ്ട് യാത്രയിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അപ്പോൾ തന്നെ കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് വർത്തമാനം ഒന്നും പറയാൻ വേണ്ടി പോയില്ല. പിന്നെ ഗൾഫിൽ നിന്ന് ഒരാളുണ്ട്, അയാൾക്കുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വീഡിയോ കോൾ ചെയ്തിട്ട് വൈഫിനെ കാണണം, വീഡിയോ കോള്, പിന്നെ വൈഫിനെ പിക്ചർ അയച്ചു കൊടുക്കണം, അതൊക്കെ അദ്ദേഹത്തിന് വേണ്ടേ. അപ്പോൾ അതിനുള്ള മറുപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചാൽ കുഴപ്പമില്ല, സംസാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ വശപ്പശക്കോട് കൂടിയിട്ട് സംസാരിക്കണ്ട, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കോള് വരാറുണ്ട് ഇവരെ പോലത്തെ ആൾക്കാർക്കൊക്കെ. അതെ അതെ. അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. യാത്ര ചെയ്യണം, യാത്രയിലെ വ്ളോഗിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുക്കണം. ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട്, വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടെല്ലാം സംസാരിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ല ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇതേപോലെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വിളിച്ചോ സംസാരിച്ചോ, നന്നായിട്ട് സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഞരമ്പ് രോഗികളോടാട്ടോ, അല്ലാത്ത ആൾക്കാരോടല്ല. അല്ലാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്, നല്ല സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല കമൻറ്റ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ യാത്രേൻ്റെ അനുഭവം കേട്ടോ. അതായത് യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭവിഷ്യത്തിനെ കുറിച്ചാട്ടോ. ഇപ്പം നമ്മൾ ആദ്യ യാത്രയിലൊക്കെ നമ്മൾ കാർഡ് ഉണ്ടായിരുന്നു, കയ്യിൽ കാർഡ് കൊടുത്തിട്ടായിരുന്നേ. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം പല ആൾക്കാർക്കും നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയേണ്ട ആൾക്കാരുണ്ടാവും. ചിലർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവും സാമ്പത്തികമായിട്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 നമ്പറും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, എത്ര പേർക്ക് വേണമെങ്കിലും വിളിക്കാം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് കോളും കാര്യങ്ങളൊക്കെ എടുക്കുക, സംസാരിക്കും, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ അധികം പറഞ്ഞിട്ട് നമ്മൾ നീട്ടുന്നില്ല. പറഞ്ഞ പോലെ ഒഡീസയിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതുവരെ നമ്മുടെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു ജംഗിൾ ഏരിയ തന്നെയാണ്. ഫുള്ള് നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെ കാട് മാത്രമാണ്. കാട് മാത്രമല്ല, ഒരുപാട് നിറച്ച് കാടും ഒരുപാട് നല്ല മനുഷ്യരും. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് നമ്മുടെ ഛത്തീസ്ഗഡിൽ. എങ്കിൽ പോലും ഒരുപാട് നല്ല ഹൃദയങ്ങളുള്ള മനസ്സാണ്. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്, കാടുണ്ട്, കാട്ടിലെ മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ
ചുരമുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, ഡാമുണ്ട്, പിന്നെ കോട്ടകളുണ്ട്, ഒരുപാട് കോട്ടകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഛത്തീസ്ഗഡിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ കാശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ വഴിക്കൊന്ന് വരുന്നത് നല്ലതായിരിക്കും. കാരണം പുതുമയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാത്തിനും പറ്റും. കാട്ടിൽ കൂടെ വരുമ്പോൾ നിങ്ങളെ മൃഗത്തിനെ കാണും നല്ല ഉറപ്പില് പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നോ ചിലപ്പോൾ കാണും. കാരണം വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ഞങ്ങൾ പോയപ്പോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ്. ഞങ്ങള് പോയപ്പോ അവിടെ ഒരു മാൻകുട്ടീനെ പോലും കണ്ടില്ല. വലിയ ഫോറസ്റ്റ്. അതൊരു പെട്രോൾ പമ്പിൽ കിടക്കുമ്പോ അവിടെ അപ്പുറത്തായിരുന്നു കാട്. അപ്പൊ അവിടേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്നതാ. പിന്നെ നമ്മുടെ ഒരമ്പലത്തിൽ നിന്ന് കുറച്ച് കരടികളൊക്കെ ഉണ്ട്. അതൊന്നും ഡെയിലി വരുന്നയാ. നമ്മുടെ സൂവില് വളർത്തുന്ന പോലെ വളർത്തുന്നതല്ല, കാട്ടിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വരുന്നതാണ്. പിന്നെ അല്ലാണ്ട് കാട്ടിൽ കൂടെ പോകുമ്പോ നമ്മള് കാട്ടിൽ ആനയോ അവിടെ ഇല്ല, ആനയില്ല. പുലി, കരടി, പിന്നെ മാന്, കാട്ടി, അങ്ങനെ കൊരങ്ങനെ കണ്ടു. പിന്നെ ഒരു മയിലിനെയും കണ്ടു. അതിനെയും കണ്ടു. മുഖമൊക്കെ കറുത്തിട്ട് ഇവിടെ ഫുള്ള് വെള്ള താടി, ഫുള്ള് വെള്ള കൂടെയൊക്കെ ആയിട്ട് അതിനെയും. പിന്നെ മയിലിനെ കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ, മമ്മിയുടെ വീട്ടിലുണ്ടല്ലോ, മമ്മിയുടെ വീട്ടിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മയിലുകൾ വരാറുണ്ട്. എന്നിട്ട് പോലും ഞാനൊരു മയിലിനെ പോലും പീലി ഒന്ന് വൃത്തിയിട്ട് കണ്ടിട്ടില്ല. ആൺമയിലിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പീലി ഒന്ന് വൃത്തിയിട്ട് കണ്ടിട്ടില്ല. അതെയോ? അപ്പൊ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കല്ലേ. ഇനി ആനയുള്ള കാട്ടുകൂര വരെ നമുക്ക് പോകാൻ കിടക്കാം. അപ്പൊ നമ്മള് ഇന്ന് ആനയുണ്ട്. അപ്പൊ നമ്മുടെ ഛത്തീസ്ഗഡിന്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതാണ്. പിന്നെ ഉണ്ണിമോൻ ഒരു കുഞ്ഞൊരു ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രമമായിട്ട് നടക്കുന്നില്ല, എന്നാലും നമ്മൾ ഓർത്തോർത്ത് ആ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബുക്കാക്കി മാറ്റണം. കുറേ ആൾക്കാർ പറയുകയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആയി എന്ന് വെച്ചാൽ കുറച്ച് റവ ഉണ്ടായിരുന്നു. ആ റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചു. നമുക്ക് പോകുന്ന നേരത്തെ ഒരു ചായ കൂടെ കുടിക്കണം. ആകെ അതേ ഉള്ളൂ കേട്ടോ ഉപ്പുമാവ്. പിന്നെ എനിക്ക് സാധാരണ ഉപ്പുമാവിന്റെ മറ്റേ ഇതാ ഇഷ്ടം. അതെയോ? ആ കുഞ്ഞു വലിയ തരിയുള്ള എനിക്ക് ഇത് ഗോതമ്പിന്റെ അല്ലേ? അതുകൊണ്ട് ഞാൻ ഇത് തിന്നുന്നില്ല. ചായയും കുടിച്ചിട്ട് ഞാൻ കുടിക്കുക. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നു കേട്ടോ. ഇത് നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു മലയാളീൻ്റെ ഒരു എന്താ പറയുക ഇരുമ്പ് ഗോഡൗൺ ആണ് കേട്ടോ. ഇവരെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഇരുമ്പിൻ്റെ. ഇവർക്ക് മെയിനായിട്ട് ഈ റൂഫ് വർക്കാണ്. ഇതേപോലുള്ള റൂഫ് വർക്കും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വൃത്തിയുള്ള അടിപൊളി ബാത്റൂമും ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചാർജിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കുത്തി ചാർജൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശമാണ്, എന്നാലും നമുക്ക് പോകാം. ഇച്ചിരി ചാർജ് ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരം പോകാൻ പറ്റും. പിന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 26 കിലോമീറ്ററാണ് പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം. പക്ഷേ നമുക്ക് വെയിലുണ്ടെങ്കിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്ത് അങ്ങനെ ഒരു 46-50 കിലോമീറ്റർ നമുക്ക് പോകാം. നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ വരുന്നുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ഒക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മുടെ യാത്രേൻ്റെയും നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെയും കാഴ്ചകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങളിനിപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ യാത്ര അങ്ങ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിത് ഒരു മാർക്കറ്റ് കണ്ടപ്പോൾ, ചെറിയൊരു മാർക്കറ്റ് കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും തീർന്നു പോയി. ഒരു പച്ചക്കറി മാർക്കറ്റ്. ഇത് ഇവിടുത്തെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. അപ്പുറത്ത് വലിയ ബെഡാ മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്താ വേണ്ടേ? നമ്മളെ സാധാരണ സാധനം നമ്മൾ വാങ്ങുന്നല്ലേ. ഉള്ളി വേണം, കിഴങ്ങും വേണം. അക്കാ किलो हाँ 1 किलो
कितना 20 रुपये हाँ ओ ये वाला 40 അപ്പോൾ ഇത് 20 റുപ്യ ഉള്ളു. ചെറിയ കിഴങ്ങായതുകൊണ്ടാന്ന് തോന്നുന്നു. 40 എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തായാലും പൈസ ഒരു അപ്പോൾ വേറെ എന്തെങ്കിലും വേണോടോ? ഉള്ളി പച്ചമുളക് ഇതാണ്ട് അവിടെ ഇരിക്കുന്നത്. ഇതുണ്ട്. ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനം കണ്ടോ? ഇത് ഇവിടുത്തെ കറിയൊക്കെ ഉപയോഗിക്കുന്നില്ല നാട്ടില്. ആരും എന്തുവാ ഇത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ പ്രത്യേകതയുള്ള വേറെ ഒന്നുമില്ലല്ലോ ഇവിടുത്തെ പച്ചക്കറി ആയിട്ട് അല്ലേ? പിന്നെ ഇത് കണ്ടോ? വലിയ കോവക്ക. വലിയ കോവയ്ക്ക. അപ്പൊ ഇത് വാങ്ങിയിട്ട് നമുക്ക് അങ്ങ് പോവാലടാ. അതെ, അപ്പൊ ഞങ്ങള് വണ്ടിയിൽ ഇതാ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബ്രദർ വന്നിട്ട് നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നിട്ടോ. അപ്പോൾ എന്താ പറയാ, നമ്മുടെ ഒഡീസയിലേക്ക് കയറിയതിന് ശേഷം ആദ്യത്തെ അല്ലേ? आपका नाम शिवा? ओ इधर लोकल एरिया ना? नहीं, हम लोग मेरा फैमिली इधर पहले इधर सेटल हो चुका है. एक्चुअली आंध्र प्रदेश से तेलुगु. തെലുങ്ക് ആന്ധ്ര. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ സെറ്റിൽ ആയിരിക്കുന്നത് കേട്ടോ. ശരിക്കും അവർ എന്താ പറയുക ആന്ധ്രയിലാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ഇവിടെ വന്നിട്ട് ഇവർ വ്ളോഗ് കണ്ടിട്ടുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രയിൽ നമ്മൾ ഒത്തിരി വൈറലായിരുന്നല്ലോ. അപ്പോൾ താങ്ക് യു. ഇതാ ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ താങ്ക് യു ബ്രോ. ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ ഗുഡ്ബോഗ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഒഡീസയിലെ. അപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റത്തെ, ഒഡീസയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റത്തെ ബോർഡർ കഴിഞ്ഞിട്ട് ഒരു 10-60 കിലോമീറ്റർ കഴിഞ്ഞുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി സേഫാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ ഈ ബ്രോനെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് നമുക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വന്ന കേട്ടോ. ആദ്യത്തെ എന്താ പറയുക ഒഡീസയിലേക്ക് വന്നിട്ട് ആദ്യത്തെ സ്വീകരണപരമൊക്കെയാണ്. നേരത്തെ സ്നാക്സ് കിട്ടിയായിരുന്നു, ഇപ്പോൾ അതാ ഫുഡൊക്കെ ആയിട്ട് വന്നതാണ്. ബ്രോ താങ്ക് യു. അപ്പോൾ ഇവർ നമ്മളെ ഫോളോവേഴ്സാണ് കേട്ടോ. പിന്നെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ, തുളസി എന്ന് പറഞ്ഞിട്ട്. ഇത് ട്രിവാൻഡ്രംകാരനാണ്. ഇവർ വർഷങ്ങളായിട്ട് വഞ്ഞാറമൂട് വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത് ഇദ്ദേഹമാണ്. അവർക്ക് നാമേ ശ്രീഹരി. ഇവർ ആന്ധ്രയാണ് അല്ലേ? ആന്ധ്രയിലാണ്. അപ്പോൾ അവർ വന്ന് നമ്മളായിട്ട് പരിചയപ്പെട്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു മലയാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ പേരെ നമുക്ക് ഒരു 4 പേരെയും കൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇവരുടെ അമ്മ പറഞ്ഞു നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട് അമ്മയാണ് പ്രോത്സാഹിച്ച് എന്താ പറയുക ഞങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ കുറച്ച് പേരെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി. ഞങ്ങൾ കിടക്കാറായപ്പോഴുണ്ടല്ലോ നമ്മുടെ നേരത്തെ കണ്ട ബ്രോ ഇതേ പൈസയൊക്കെ തന്ന് നോക്കി ഉണ്ണിമോനുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോവാട്ടോ. അപ്പോൾ ഞങ്ങളെ എല്ലാം എന്താ പറഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രോബ്ലം നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരോടെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് നിർത്തല്ലേ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നാളെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായിട്ട് വരുന്നോടം വരെ എല്ലാവരോടും ബൈ.